കൊല്ലം ആശ്രമം ESIയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ തുടരുകയാണ്. നമുക്കൊപ്പം ഉള്ളത് കൊല്ലം MP NK പ്രേമചന്ദ്രനാണ്. ഇന്നിപ്പോൾ മന്ത്രി വീണ ജോർജ് നിങ്ങൾക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. പ്രധാനമായും ഈ അപേക്ഷ അടക്കം വൈകിയതിൽ ഒരു ഗൂഢാലോചന MPയുടെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് വിമർശനം. എത്ര ബാലിശവും നിരുത്തരവാദപരവുമായ പരാമർശമാണ് ഒരു മന്ത്രി നടത്തുന്നത്. ഇവർ വഹിക്കുന്ന പദവിയുടെ മഹത്വം എന്താണ് എന്നിവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. ആശ്രമം ESI മെഡിക്കൽ കോളേജ് ആരംഭിക്കാതിരിക്കാൻ ഞാൻ ഗൂഢാലോചന നടത്തിയെന്ന് പ്രതികരിക്കാൻ ഈ മന്ത്രി തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ നിലവാര തകർച്ചയെന്നല്ലാതെ മറ്റൊന്നും ഇവരെക്കുറിച്ച് പറയാനില്ല. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ പരസ്യമായ സംവാദത്തിന് ഞാൻ വെല്ലുവിളിക്കുന്നു. ESI മെഡിക്കൽ കോളേജിന് ഈ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയലിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ അറിയാം. 28-ാം തീയതിയാണ് സീനിയർ അവർ പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പ് നൽകിയ കുട്ടികളുടെ ഭാവി പാഴാക്കില്ലെന്ന് ഉറപ്പ് നൽകിയാൽ കൊടുക്കാം, ഇനിയും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഇനി എന്തിനു കൊടുക്കണം? കാരണം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുമ്പാകെ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി 3 ആയിരുന്നു. ആ ഫെബ്രുവരി 3-ാം തീയതി രാത്രി 7 മണി വരെ ഫയൽ പിടിച്ചു വെച്ചു. 28-ാം തീയതിയാണ് ESI കോർപ്പറേഷൻ്റെ ഡയറക്ടർ ജനറൽ സീനിയർ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള അശോക് കുമാർ സിംഗ് അണ്ടർടേക്കിംഗ് കൊടുത്തു. 25-ാം തീയതി ഡീൻ അണ്ടർടേക്കിംഗ് കൊടുത്തു. നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഡിഫക്ട്സ് മുഴുവൻ ഞങ്ങൾ പരിഹരിച്ചു കൊള്ളാമെന്നും അപേക്ഷ സമർപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളതെന്നും സർക്കാർ NOC കൊടുക്കുന്നതിന് മുമ്പായി അടുത്ത ഘട്ടം വരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ലാൻഡിൻ്റെ കാര്യത്തിൽ, ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ, ഫാക്കൽറ്റിയുടെ കാര്യത്തിൽ, ലബോറട്ടറിയുടെ കാര്യത്തിലൊക്കെ കോളേജ് ആരംഭിക്കാനുള്ള അപേക്ഷയല്ലേ കൊടുക്കുന്നത്. ആ ഘട്ടത്തിൽ ഇതെല്ലാം വേണമെന്ന് നിഷ്കർഷിക്കുന്നത് എന്തിനാണ്? എന്നാൽ ഇതെല്ലാം പരിഹരിച്ചു കൊള്ളാമെന്നുള്ള സീനിയർ IAS ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിംഗ് 28-ന് കൊടുക്കുന്നു. വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഫെബ്രുവരി 3 വരെയാക്കി. ഈ 28 മുതൽ ഫെബ്രുവരി മാസം 3 വരെ ഈ ഫയലിൽ നടപടിക്രമങ്ങളൊന്നും എടുക്കാതെ അവർ വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം രാത്രി 7 മണിക്ക് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 3-ന് ഇത് കൊടുക്കാൻ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിനോട് വെച്ച് നാഷണൽ മെഡിക്കൽ കമ്മീഷന് മുമ്പാകെ മെഡിക്കൽ കോളേജിന് അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതിയായിട്ടുള്ള ഫെബ്രുവരി 3-ാം തീയതി രാത്രി 7 മണിക്ക് ശേഷം ആ ഫയലിൽ ഉത്തരവിടുകയാണ്. എന്താ ഉത്തരവിടുന്നത് നിങ്ങളൊരു ആക്ഷൻ പ്ലാൻ എന്താണെന്നുള്ള വിശദീകരിക്കണം. അവർക്ക് നല്ലതുപോലെ എത്ര പ്രാവശ്യം അവരോട് പറഞ്ഞു, അവരുടെ ഓഫീസിനോട് പറഞ്ഞു, ഹെൽത്ത് സെക്രട്ടറിയോട് പറഞ്ഞു, ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ 3-ാം തീയതി രാവിലെ ഞാൻ പോയി കണ്ടു പറയുന്നു, ഇന്നാണ് അവസാന തീയതി, വൈകുന്നേരത്തിന് മുമ്പ് ഇത് കിട്ടിയാൽ മാത്രമേ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുമ്പാകെ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയൂ. അതുവരെ വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഈ അവസാനം ഈ ഫെബ്രുവരി 3-ാം തീയതി രാത്രി 7 മണിക്ക് ശേഷം ഇറക്കിയിട്ടുള്ള ഉത്തരവ്, അതായത് നിങ്ങളുടെ ആക്ഷൻ പ്ലാൻ, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട് 28-ാം തീയതി മുതൽ 3-ാം തീയതി വരെ തന്നില്ല? അപ്പം ബോധപൂർവം മനഃപൂർവ്വമായി ഈ മെഡിക്കൽ കോളേജ് ആരംഭിക്കരുത് എന്ന ദുരുദ്ദേശത്തോടു കൂടി എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാതെ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾ, കരിയിലും കറയിലും പുകയിലും പണിയെടുക്കുന്ന കശുവണ്ടി തൊഴിലാളികളുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് 24,000 രൂപ പ്രതിവർഷം ഫീസ് നൽകി മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യാനും മെച്ചപ്പെട്ട ചികിത്സയും പരിരക്ഷയും ലഭിക്കുന്ന ചികിത്സാ സൗകര്യം പാവപ്പെട്ട തൊഴിലാളികൾക്ക് നിഷേധിക്കുന്നതായിരുന്നു ESI മെഡിക്കൽ കോളേജിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയത്. അതിന് 6 മാസം കഴിഞ്ഞു. എൻ്റെ ഭാഗത്തു നിന്നാണ് വീഴ്ചയെന്നാണ് അവർ പറയുന്നത്. 6 മാസം വൈകിച്ചു എന്നാണ് പറയുന്നത് അപേക്ഷ. എന്തൊരു ശുദ്ധ വിവരക്കേടാണ് ഈ മന്ത്രി വിളിച്ചു പറയുന്നത്. ESI കോർപ്പറേഷൻ 2025 ജൂൺ മാസത്തിൽ തീരുമാനമെടുത്തതിന് ശേഷം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉത്തരവായി വന്നു കഴിഞ്ഞ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ഞാനല്ല ഫയൽ ചെയ്യുന്നത്. ആദ്യം അവർ മനസ്സിലാക്കുന്നത് ഞാനല്ല, എൻ്റെ കുടുംബകാര്യത്തിന് വേണ്ടിയിട്ടല്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ESI കോർപ്പറേഷനാണ്. ആ തീയതിയിൽ തന്നെയാണ് എല്ലാ മെഡിക്കൽ കോളേജുകളിലും അപേക്ഷ കൊടുത്തത്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടി? ബാക്കി 9 സംസ്ഥാനങ്ങളിൽ നിന്നും എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ. കേരളത്തിന് മാത്രം എന്താ പ്രത്യേകത? എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് മാത്രമല്ല, പല സ്ഥലത്തും NOC കിട്ടി, അതുപോലെ തന്നെ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് അടക്കം കൊടുത്തു. മറ്റു സംസ്ഥാനങ്ങളിൽ സാധ്യമാകുന്നത് എന്താ കേരളത്തിൽ സാധ്യമാകാത്തത്? ഇനി അവർ പറയുന്ന ഈ റിക്വയർമെൻറ്റ്സ് എല്ലാം കേന്ദ്രം നിർദ്ദേശിച്ചതാണ്. അവിടെയാണ് അണ്ടർടേക്കിംഗ്. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി
ഏതെങ്കിലും സ്വകാര്യ മെഡിക്കൽ കോളേജിന് അണ്ടർടേക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചോദിച്ചല്ലോ, എന്തിനാ ഒരു മെഡിക്കൽ കോളേജ് കൂടി, ഗവൺമെൻറ് ഒരു മെഡിക്കൽ കോളേജ് കൂടി കൊല്ലത്ത് എന്തിനാ? അവിടെ കൊല്ലം ജില്ലയിൽ മറ്റൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, സർക്കാർ മെഡിക്കൽ കോളേജ് ഉള്ളപ്പോൾ എന്തിനാ ഈ ഒരു മെഡിക്കൽ കോളേജ്? വേറൊരാൾ ചോദിച്ചു, വേറൊരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ചോദിച്ചത്, കൊല്ലത്ത് മാത്രമേ തൊഴിലാളികളുള്ളൂ? ഇതെല്ലാം ഞങ്ങൾ കേട്ടതാണ്, അറിഞ്ഞതാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറി വിളിക്കുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിക്കുന്നു. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മണ്ഡാവിയ നേരിട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ട് അവസാന തീയതി 3-ാം തീയതിയാണ്, അതിനു മുമ്പായി ഇത് കൊടുക്കണം, ലഭിക്കണമെന്ന് പറയുന്നു. ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിൻ്റെ പ്രതിനിധി KV തോമസുമായി സംസാരിച്ച് KV തോമസ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു. ഞാൻ നേരിട്ട് 3-ാം തീയതി മുഖ്യമന്ത്രിയെ പോയി കാണുന്നു. ഇവരുടെ മുഴുവൻ മന്ത്രിമാരുടെയും പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള എല്ലാവരുമായി കണ്ട് സംസാരിക്കുന്നു. ഒരു നടപടിയും സ്വീകരിക്കാതെ നാഷണൽ മെഡിക്കൽ കമ്മീഷന് അപേക്ഷ കൊടുക്കുന്നതിനുള്ള അവസാന നിമിഷം വരെ ഒരു ഉത്തരവും എടുക്കാൻ വിവാദമാകുമെന്ന് കണ്ടപ്പോൾ ഫയൽ എടുത്തു വെച്ച് എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുന്നു ESI കോർപ്പറേഷനോട്. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയുകയാണ്, ഞങ്ങൾ തള്ളിയിട്ടില്ല, എക്സ്പ്ലനേഷനാണ് ചോദിച്ചത്. തള്ളുന്നതിന് തുല്യമാണ്. കാരണം ഇനി ഇത് ഈ വർഷം അപേക്ഷിക്കാൻ കഴിയില്ല. ഈ വർഷത്തെ 50 സീറ്റ് നഷ്ടപ്പെട്ടു. ഈ വർഷം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതിയായിട്ടുള്ള ഫെബ്രുവരി 3-ന് മുമ്പ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയാലല്ലേ കൊടുക്കാൻ കഴിയൂ. ഇനി എന്തിനാ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് തരുന്നത്? അപ്പം എത്ര ക്രൂരമായ വിനോദമാണ് ഈ മന്ത്രി ഈ പാവപ്പെട്ട തൊഴിലാളികളോട്. എന്നിട്ട് ഉള്ളിപ്പില്ലാതെ വന്ന് ന്യായീകരിക്കുന്നു. ഞാൻ ഗൂഢാലോചന നടത്തി, എൻ്റെ മണ്ഡലത്തിൽ എൻ്റെ പരിശ്രമം, ഞാൻ ഡയറക്ടർ ബോർഡ് അംഗമായിട്ടുള്ള ESI ഡയറക്ടർ ബോർഡിൽ എൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമായി ESI ഡയറക്ടർ ബോർഡും കേന്ദ്ര ഗവൺമെൻറ്റും അംഗീകരിച്ചൊരു മെഡിക്കൽ കോളേജ്, അത് കൊല്ലത്ത് സാധ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി, ആഴ്ചകളായി അതിനുവേണ്ടി നിരന്തരം സ്ഥലം കണ്ടെത്തുന്നതിന്, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് കണ്ടെത്തുന്നതിന് ESI കോർപ്പറേഷനോടൊപ്പം ഈ കാര്യങ്ങളിലെല്ലാം നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ഞാനത് നടപ്പാകാതിരിക്കാൻ ഗൂഢാലോചന നടത്തി വിവാദമാക്കുന്നു എന്ന ഒരു തരത്തിലുള്ള വ്യാഖ്യാനം ഈ മന്ത്രി നടത്തിയാൽ, ഈ മന്ത്രിയെക്കുറിച്ച് ഇത്ര ധിക്കാരം, ധാർഷ്ട്യം, അഹങ്കാരം ഒരു മന്ത്രിക്കാകാമോ? എന്തുദ്ദേശത്തിലാണ് ഞാൻ ഗൂഢാലോചന നടത്തിയെന്ന് ഇവർ പറയുന്നത്? ഏത് തരത്തിലാണ് ജനപ്രതിനിധികളെ കാണുന്നത്? ഫോൺ വിളിച്ചാൽ അവരെടുക്കില്ല, തിരിച്ചു വിളിക്കാനൊരു സാമാന്യ മര്യാദ കാണിക്കില്ല, ജനപ്രതിനിധികളാണെന്നറിയാം. ഇങ്ങനൊരു മന്ത്രിക്ക്, ഒരു ജനപ്രതിനിധിക്ക് ഇത്രയും ധിക്കാരവും അഹങ്കാരവും ധാർഷ്ട്യവുമാകാമോ? എന്നിട്ട് ഞാൻ ഗൂഢാലോചന നടത്തി ആ മെഡിക്കൽ കോളേജ് ആരംഭിക്കാതിരിക്കാൻ ശ്രമിച്ചു എന്ന് പറയണമെങ്കിൽ ഇവർക്ക് അപാരമായ കരുത്താണ്, ശക്തിയാണ്. സത്യത്തിൽ ഇതൊക്കെ ആരുടെ പിൻബലത്തിലായി പറയുന്നത്? അതുകൊണ്ട് അവർ പറയട്ടെ, 28 മുതൽ ഫെബ്രുവരി മാസം 3-ാം തീയതി വരെ നിങ്ങൾ 3-ാം തീയതി ഇറക്കിയ ഉത്തരവ് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇതെന്താണ് നിങ്ങളുടെ പ്ലാൻ, എങ്ങനെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ കൊടുത്തിട്ടുണ്ട് നേരത്തെ. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായി റിപ്പോർട്ടിലുണ്ട്. ഫാക്കൽറ്റി പൂർത്തീകരിച്ചിട്ടില്ല. ബിൽഡിങ്സ് ആകാൻ 232 ബെഡുള്ള ആശുപത്രി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. ലബോറട്ടറി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും, ക്രമേണ ഉണ്ടാകും. അങ്ങനെയല്ല എല്ലാ മെഡിക്കൽ കോളേജും ഉണ്ട്. എല്ലാ മെഡിക്കൽ കോളേജും ലബോറട്ടറിയും ഫാക്കൽറ്റിയും ബിൽഡിങ്ങും സ്ട്രക്ചറും എല്ലാം ഉണ്ടായതിനു ശേഷമാണോ അപേക്ഷ കൊടുക്കുന്നത്? അല്ലോ. അപേക്ഷ കൊടുത്ത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പരിശോധനയ്ക്ക് വരുന്നതിന് മുമ്പായി, ആരോഗ്യ സർവകലാശാലയുടെ പരിശോധനയ്ക്ക് വരുന്നതിന് മുമ്പായി, സംസ്ഥാന ഗവൺമെൻറ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പായി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്ന റിക്വയർമെൻറ്റ്സ് മുഴുവൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ NMC മെഡിക്കൽ കോളേജിന് സാങ്ഷൻ ചെയ്യൂ. ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറയുന്ന മാനദണ്ഡങ്ങൾ പരിശോധനയിൽ പാലിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയെന്നാണ് മന്ത്രി പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനാണല്ലോ അണ്ടർടേക്കിംഗ് കൊടുക്കുന്നത്. അതിനവർ പറഞ്ഞ മറുപടി എന്താണ്? അണ്ടർടേക്കിംഗ് കൊടുക്കാമെന്നുള്ള വ്യവസ്ഥ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ മാനദണ്ഡത്തിൽ പറയുന്നില്ല. എത്രയോ മെഡിക്കൽ കോളേജുകൾക്ക് ഈ അണ്ടർടേക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഇടുക്കിയിൽ ആരംഭിച്ചത്? ഒരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത ഇടുക്കിയിലും പാലക്കാടും അടക്കമുള്ള ജില്ലകളിൽ എങ്ങനെയാണ് ആരംഭിച്ചത്? പല സ്വകാര്യ മെഡിക്കൽ കോളേജും ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ഒന്നുമില്ലാത്തൊരു വിഘാതം, ഒരു വിലക്ക്, ഒരു തടസ്സം ഇവിടെ മാത്രം. അതുകൊണ്ടാണല്ലോ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിംഗ് കൊടുത്തല്ലോ. അപ്പോൾ കുട്ടികൾ വഴിയാധാരമാകില്ല എന്ന് ഉറപ്പ് തന്നാൽ ആരംഭിക്കാവുന്നതാണ്. ഇവർ പറയുന്ന മെഡിക്കൽ കോളേജുകളെല്ലാം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അനുമതി കിട്ടി
മെഡിക്കൽ കോളേജ് ആരംഭിച്ചതിന് ശേഷവും സൗകര്യങ്ങൾ ഒരുക്കാത്ത കോളേജിനെയാണ് ഇവർ താരതമ്യപ്പെടുത്തുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ടില്ല. ഇവിടെ മെഡിക്കൽ കോളേജ് ആരംഭിക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റാണ് ആവശ്യപ്പെട്ടത്. അത് തരാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മെഡിക്കൽ കോളേജ് ആയെന്നാണോ? ഇടുക്കിയിലെയും പാലക്കാടുമൊക്കെയുള്ള മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറയുന്നത് അവിടെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ടും ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഫാക്കൽറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ നേരിട്ട പ്രതിസന്ധിയാണ്. ഇത് ആരംഭിക്കണമെങ്കിൽ ഇനി എന്തെല്ലാം കടമ്പകൾ വേണം, എന്തെല്ലാം അനുമതി വേണം. ഇത് അപേക്ഷയൊന്ന് സമർപ്പിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു സപ്പോർട്ട് വേണം, ഒരു കൺകറൻസ് വേണം. അതിനകത്ത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനാണ് ഒരു അണ്ടർടേക്കിംഗ് വാങ്ങുന്നത്. ആ അണ്ടർടേക്കിംഗ് വാങ്ങി എത്രയോ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇനി മാത്രവുമല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ പരിശോധിക്കുക, നിങ്ങളിൽ മാധ്യമപ്രവർത്തകരെ നിങ്ങൾ തന്നെ പരിശോധിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ വ്യവസ്ഥകൾ ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കാനാണ് ഫയലിൽ ശുപാർശ ചെയ്ത് പോയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ടാണ് ഈ ക്രിയ, ഈ കല്ലുവച്ച പച്ച കള്ളം മാധ്യമങ്ങളോട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി സ്ഥാനത്തിരിക്കാൻ അർഹതയില്ലാത്ത ഒരു വ്യക്തിയാണ് ആരോഗ്യമന്ത്രി എന്ന് പറയേണ്ടി വരും. കേരളത്തിൻ്റെ ആരോഗ്യരംഗം വെന്റിലേറ്റർ ആയതിൻ്റെ കാരണം അന്വേഷിക്കാൻ വേറെ അങ്ങ് പോകേണ്ട ആവശ്യമില്ല. ഞാൻ എത്ര പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം മാത്രമാണ് അവരെന്നെ ഒന്ന് തിരിച്ചു വിളി. എന്നിട്ടും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി അല്ലേ പറയണ്ടേ, ഇങ്ങനൊരു പോരായ്മയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ ESI കോർപ്പറേഷനോട് പറയണം എന്നവരെന്നോട് പറയണ്ടേ. ഞാനൊരു 10-50 പ്രാവശ്യമെങ്കിലും അവർ നിരന്തരമായ ഒരാഴ്ചയോളം ടെലിഫോൺ ചെയ്യുന്നു. ഇങ്ങനെ ഇത്രയും നിരുത്തരവാദപരമായി, ഇത്രയും ധിക്കാരം, അഹങ്കാരം, ധാർഷ്ട്യം ഒരു മന്ത്രിക്ക്, ജനപ്രതിനിധികളോട്, പൊതുപ്രവർത്തകരോട്. എന്നിട്ട് വന്നിട്ട് ഞാൻ രാഷ്ട്രീയമായി ഗൂഢാലോചന നടത്തി മെഡിക്കൽ കോളേജിനെ അട്ടിമറിച്ചു എന്നൊക്കെ ഒരു മന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അപാരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതിനപ്പുറത്തേക്കുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നു. CPM എന്താണെങ്കിലും അത്തരത്തിൽ ഒരു പ്രചരണമായിരിക്കും നടത്താൻ പോകുന്നത്. ഇനിയിപ്പോൾ NK പ്രേമേന്ദ്രൻ കൂടാതെ നടത്തുന്നത് എങ്ങനെയായിരിക്കും എന്നെ RSPയും താങ്കളും പ്രതിരോധിക്കാൻ പോകുന്നത്? പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയുന്നതല്ലേ. ഞാൻ BJPയിൽ ചേരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞാൻ ജയിച്ചാൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ചേരുമെന്ന് പ്രചണ്ഡമായ പ്രചരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാക്കളും ബ്രാഞ്ച് തലം വരെയുള്ള നേതാക്കളും പ്രചണ്ഡമായി പ്രചരണം നടത്തിയതല്ലേ. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വിലപ്പോവുമോ? ഈ CPM വിചാരിക്കുന്ന അപവാദ പ്രചരണങ്ങളിലൂടെയും വ്യക്തിഹത്യയിലൂടെയും രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന് പറയുന്ന കാലഘട്ടം പോയി. ആ കാലമൊക്കെ മാറിയില്ല. ഇത് എല്ലാം നല്ലതുപോലെ കല്ലും നെല്ലും വേർതിരിയുന്നത് പോലെ സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ഈ കാര്യങ്ങൾ വരികയില്ലേ. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുള്ളൂ. ഈ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ അണ്ടർടേക്കിംഗ് ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്ത ഒരു അണ്ടർടേക്കിംഗ്, ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തോളാം, കംപ്ലൈ ചെയ്തോളാം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്ത് 3-ാം തീയതിക്ക് മുമ്പ് ഈ കോളേജിന് അനുമതി അപേക്ഷ കൊടുക്കണമെന്നൊരു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചീഫ് സെക്രട്ടറിയെ വിളിച്ച് പറയുകയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിളിച്ച് പറയുകയാണ്. കേന്ദ്രമന്ത്രി 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവർ തകർത്തത്. 600 കോടി രൂപയാണ് ഘട്ടം ഘട്ടമായി ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നത്. ഞങ്ങൾ അവിടെ പാർവതി ബില്ലിൻ്റെ സ്ഥലമടക്കം 16 ഏക്കർ അടക്കം വാങ്ങിക്കാൻ അതിനുള്ള നടപടികളുമായി പോയിക്കൊണ്ടിരിക്കുക. അതിനുണ്ട് 200 കോടിയോളം രൂപ അതിന് വരും. അങ്ങനെ 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊല്ലത്ത് വരുന്ന അത്യന്താധുനിക സാങ്കേതിക സംവിധാനങ്ങളോടുകൂടി വിദഗ്ധമായ ചികിത്സ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ള സാധാരണ തൊഴിലാളി സമൂഹത്തിന് ലഭിക്കുന്ന ഒരു ആശുപത്രി അട്ടിമറിച്ചതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നു ഞാൻ ഗൂഢാലോചന നടത്തിയെന്നവർ പറയണമെങ്കിൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ ഒരു പ്രചരണം? കാരണം ഇലക്ഷൻ സമയത്ത് എന്താണെങ്കിലും ഇതൊരു വലിയ പ്രചരണ ആയുധമായി കൊല്ലത്ത് മാറുമെന്നൊരു ഉറപ്പാണ്. എങ്ങനെയായിരിക്കും അതിനെ പ്രചരണം നടത്താൻ പോകുന്നുണ്ട്? അല്ല, ഞങ്ങളിത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോയിരുന്നല്ലോ. അവിടെ തൊഴിലാളികൾ പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചെന്ന പല വിശേഷാൽ ചടങ്ങുകൾക്കും ചെന്ന സ്ഥലങ്ങളിലും പൊതുസദസ്സുകളിലുമൊക്കെ പാവപ്പെട്ട CITU വിഭാഗത്തിൽപ്പെട്ട കശുവണ്ടി തൊഴിലാളികളടക്കം അതിശക്തമായി പ്രതികരിക്കുകയാണ്. ഇത് മെഡിക്കൽ വിദ്യാഭ്യാസത്തോടൊപ്പം വിദഗ്ധമായിട്ടുള്ള ചികിത്സയും കിട്ടുമല്ലോ തൊഴിലാളിക്ക്. 50 കുട്ടികൾക്കോ 100 കുട്ടികൾക്കോ പഠിക്കാൻ അവസരം കിട്ടുന്നത് മാത്രമല്ല, ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആശ്വാസകരമാകുന്ന മെച്ചപ്പെട്ട മികവാർന്ന വിദഗ്ധ ചികിത്സ ലഭിക്കില്ലേ? മെഡിക്കൽ കോളേജായത് ഉയരുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വരില്ലേ? PG അടക്കമുള്ള കോഴ്സ്. പണത്തിന് ESI കോർപ്പറേഷൻ ഒരു പഞ്ഞവുമില്ല. 1 ലക്ഷത്തിലധികം കോടി രൂപ അവരുടെ കയ്യിലുണ്ട്.
ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യത്തോടുകൂടി മികവാർന്ന ചികിത്സയും ശുശ്രൂഷയും ലഭിക്കുന്ന ഒരു വലിയ ആശുപത്രി സമുച്ചയം കൊല്ലത്ത് വരുന്നതിന് ഇവരെന്തിന് തടസ്സം നിൽക്കുന്നു? എന്താണ് ഇവരുടെ പ്രശ്നം? പ്രശ്നം രണ്ടാണ്. ഒന്ന്, രാഷ്ട്രീയമായിട്ടുള്ള വിവേചനം. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എത്രയോ കാലമായി എനിക്കെതിരായി അവരുടെ ക്യാമ്പയിൻ, ഈ പറഞ്ഞ ക്യാമ്പയിൻ നടക്കുകയാണ്. രണ്ടാമത്തത്, ഞാൻ സംശയിക്കുന്നു, ന്യായമായും സംശയിക്കുന്നു, CPM-ൻ്റെ ഉടമസ്ഥതയിൽ സഹകരണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രബലമായ ആശുപത്രികൾ കൊല്ലം ജില്ലയിലുണ്ട്. അവിടെ പോകുന്നതിൽ നല്ലൊരു ശതമാനവും ഈ കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണ തൊഴിലാളി സമൂഹമാണ്. മെഡിക്കൽ ആശ്രാമത്തിനടക്കം റെഫർ ചെയ്യപ്പെടുന്നത് ആ ആശുപത്രിയിലേക്കാണ്. ആ പാർട്ടി താല്പര്യമുണ്ടോ എന്ന കാര്യവും ഞാൻ ന്യായമായും സംശയിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് വിഘാതം, തടസ്സമായി നിൽക്കുന്നത്? ഞാൻ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കൊണ്ടും കിട്ടിയത് കൊണ്ടും മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ കഴിയില്ല, അപേക്ഷിക്കാൻ കഴിയും. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വെച്ച് സൈറ്റിൽ നമുക്ക് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനേ കഴിയൂ. കിട്ടണമെങ്കിൽ ഇനി സംസ്ഥാന ഗവൺമെൻറ് തന്നെ എന്തെല്ലാം നടപടികളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റേതുണ്ട്, അതുപോലെ കുഹാസിൻ്റേതുണ്ട്, സർവകലാശാലയുടെ അഫിലിയേഷൻ കിട്ടണം. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതെല്ലാം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടേ അവർക്ക് തരൂ. അവർക്ക് എത്രയോ സമയം കിടക്കുന്നു. എങ്ങനെയാണ് കുട്ടികൾ വഴിയാധാരമാകുന്നത്? അപ്പോൾ എന്ത് വാദഗതിയാണ് ഒരു മന്ത്രി ഈ കാര്യത്തിൽ പറയുന്നത്? അതാണ് ഞാൻ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. സതുദ്ദേശപരമായിരുന്നു അവരിപ്പോഴും പറഞ്ഞു ഞങ്ങൾ തള്ളിയില്ല. തള്ളുന്ന അവസാനം വരെ, ഈ അപേക്ഷ കൊടുക്കുന്ന സമയം വരെ ഇത് കൊടുക്കാതിരുന്നതിന് ശേഷം ഞങ്ങൾ തള്ളിയില്ല എന്ന് പറഞ്ഞാൽ മതിയോ? ഇവർ എന്തിനവർ 28-ാം തീയതി ഈ അശോക് കുമാർ സിംഗ് IAS കൊടുത്ത അണ്ടർടേക്കിംഗ്, ഞാൻ അണ്ടർടേക്കിങ്ങിൻ്റെ കോപ്പി തരാം. ആ അണ്ടർടേക്കിംഗ് കൊടുത്തതിന് ശേഷം 3-ാം തീയതി വരെ NMCക്ക് അപേക്ഷ കൊടുക്കുന്നതിൻ്റെ അവസാന ദിവസം വരെ ഈ ഫയൽ പിടിച്ചു വെച്ച് ഒരു നടപടിയും സ്വീകരിക്കാതെ അവസാന നിമിഷം വിശദീകരണം ചോദിച്ചാൽ എങ്ങനെയാണ് ഈ വർഷം അടുത്ത വർഷം ഇത് ആരംഭിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്ത വർഷം എന്തായാലും ഈ ഗവൺമെൻറ് ഉണ്ടാകില്ലല്ലോ. ഇനി ഗവൺമെൻറ് വേറൊരു ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഈ മന്ത്രി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അടുത്ത വർഷം ഞങ്ങൾ ആരംഭിക്കും. ഇല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നയമോ നിലപാട് മാറ്റിയില്ലെങ്കിൽ ഇത് 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് കശുവണ്ടി തൊഴിലാളികളുടെ എയിംസാണിത്. പാവപ്പെട്ട തൊഴിലാളികളുടെ ഈ പറയുന്ന ടെക്സ്റ്റൈലുകളിലും അവിടെയുമൊക്കെ പ്രവൃത്തിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ എയിംസാണ് ESIയുടെ മെഡിക്കൽ കോളേജ്. എക്സ്ക്ലൂസീവായി അവർക്കാണ് ട്രീറ്റ്മെൻറ്റ്. മാത്രമല്ല സൗജന്യ ഭക്ഷണം, പാല്, മുട്ട, ഫ്രീ ഫുഡ്, ഫ്രീ ട്രീറ്റ്മെൻറ്റ്. എന്തിനാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്? ഏത് മെഡിക്കൽ കോളേജിൽ അവർക്ക് ഫ്രീ ഫുഡും പാലും മുട്ടയും അതുപോലെ സൗജന്യ ചികിത്സയും പാവപ്പെട്ട തൊഴിലാളികൾക്ക് എക്സ്ക്ലൂസീവായി കിട്ടുന്ന ഒരു ആശുപത്രി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചോദിച്ചതാണ്. എന്തിനാ 2 മെഡിക്കൽ കോളേജ് കൊല്ലത്ത്? 2 സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യമെന്ത്? കൊല്ലത്ത് മാത്രമേ തൊഴിലാളികളുള്ളൂ? ഈ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പലരും ഹെൽത്ത് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ, KM അബ്രഹാം, എത്ര പേർ, KV തോമസ്, ഇത്രയും പേർ ഇടപെട്ടപ്പോഴൊക്കെ ഉണ്ടായിട്ടുള്ള ഒബ്സർവേഷൻസാണ്, ലഭിച്ച പ്രതികരണങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. എന്താണെങ്കിലും ഈ ആശ്രമം ESIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ ജോർജ് ഉയർത്തിയ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് NK പ്രേമചന്ദ്രൻ MP. അതോടൊപ്പം തന്നെ ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്നുകൂടി MP വ്യക്തമാക്കുന്നു. വീഡിയോ ന്യൂസ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ.